ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഭയങ്കര വർണ്ണവിവേചനമുള്ളൊരു സംസ്ഥാനമാണ് മലയാളികളുടെ സൗന്ദര്യം കുറഞ്ഞ നടന്മാരെ ഈ മലയാളികൾ എങ്ങനെയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വട്ടനും പൊട്ടനും വില്ലനുമായി. സൗന്ദര്യം കുറഞ്ഞവർക്ക് ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയ റോളിൽ അവർ ഹീറോയിസം കാണിച്ചു. ഇവിടെ സൗന്ദര്യം തൊലിയെളുപ്പുള്ളവർ മാത്രമാണ് ഹീറോയിസം കാണിക്കുന്നത്. കലാഭവമണിയൊക്കെ അത് ഒരു ആക്ഷൻ കിങ് എന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ലാലേട്ടനും മമ്മൂക്കയും ചെയ്യുന്ന രീതിയിലാണോ ആ സിനിമകൾ ചെയ്യുന്നത്? ധനുഷിനെ പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ നിങ്ങൾക്കുണ്ട്. മിമിക്രിക്കാരോട് പൊതുവെ ഒരു ബദ്ധശത്രുത ഉള്ളതുപോലെ ഞങ്ങളൊക്കെ ഒരു സ്കിറ്റിനെ വിളിച്ചാൽ ഒരു പെണ്ണിനെ കിട്ടില്ല. അപ്പൊ ആ വിഷമൊക്കെ എന്നോടാ തീർക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഒന്നുകിൽ സന്തോഷ് സാർ, അല്ലെങ്കിൽ സന്തോഷ് ഏട്ടാ, അതോ അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്ട് തോന്നിക്കുന്നു. അതാണ് സംസ്കാരം. അച്ഛനും അമ്മയും മരിച്ചിട്ട് കരയാത്തൊരു മനുഷ്യനോടാണോ ഈ മിമിക്രിക്കാർ ഈ ലോക്കൽ ആണുങ്ങൾ പറയുന്നത് ഞാൻ കരയണോ വെച്ച്? Stamina Saver. Fly with your happiness. വസ്ത്രത്തിലേക്ക് വന്നാൽ നമ്മൾ ഭക്ഷണവും ഇതും പണ്ട് എനിക്ക് തോന്നുന്നു കോട്ടുകൾ യൂസ് ചെയ്തിരുന്നു അല്ലേ? അത് ഭയങ്കരമായിട്ട് ഒരിടയ്ക്ക് ഇങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നീട് മാറാൻ സന്തോഷ് പണ്ഡിറ്റ് അല്ലാതെ കോട്ടിട്ടോരെയും ആരും വിമർശിച്ചിട്ടില്ല അല്ലേ? അങ്ങനല്ല, അല്ല അതല്ല ഇല്ലാന്നും കൂടെ പറയാം. അപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ള ഇന്ന ആളുകൾ കോട്ടിട്ടാൽ ഓക്കെയാണ്, ഇന്ന ആളുകൾ ഇടാൻ പാടില്ല, അങ്ങനെയും പറയാം. ഒരു എക്സ്ട്രീം എൻഡ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട് മനഃശാസ്ത്രത്തിൽ. ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഏത് കാര്യത്തിനെയും, ഈ കാര്യം എന്നല്ല, നന്നായി പഠിക്കുന്നവർക്കും വളരെ മോശമായി പഠിക്കുന്ന ആൾക്കും ലൈഫുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് യോജിക്കും. നന്നായിട്ട് പഠിക്കുന്ന ടോപ്പിലെത്തുന്നവന് PSC എഴുതിയാൽ കിട്ടും, UPSC എഴുതിയാൽ കിട്ടും, അവൻ കളക്ടറാവും, സംതിങ് അവൻ അത്രയ്ക്ക് പ്രതിഭയാണല്ലോ. ഇനി അതും അല്ലെങ്കിൽ അങ്ങേർക്ക് വല്ല പാരക്കോളേജിലായാലും കാണാം അത്രയും പ്രതിഭയായതുകൊണ്ട് ഇവനെ കിട്ടും. തീരെ പഠിക്കാത്ത പെൺകുട്ടി, എന്റെ അച്ഛനും ആരെയും കെട്ടിച്ചു കൊടുത്ത് ഭർത്താവ് പോറ്റിക്കോളും, ജീവിച്ചു പോകും. തീരെ പഠിക്കാത്ത പഴയൊരു കോൺസെപ്റ്റ് ഇപ്പൊ അത് മാറി തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചും കൂടെ ലൈഫുണ്ട്. ശ്രദ്ധിക്കണം. ഇപ്പൊ തീരെ പഠിക്കാത്ത ഒരു വ്യക്തി, അപ്പൊ അവനെ കുറിച്ചൊരു ബോധമുണ്ട്. ഓ, ഞാൻ ഫസ്റ്റ് ഒക്കെ തോറ്റാണ്, എടാ നീ മറ്റവന്റെ കൂടെ ഇതിന് പോക്കിയോ പണിക്ക് വെക്കോ എന്നാണ് അവൻ ചുമടെ കയറ്റിപ്പോകും. ഇതിന്റെ ഇടയിൽ വരുന്നവന്റെ സ്ഥിതി ആലോചിച്ച് നോക്ക്. തട്ടിപ്പാസാണ് എല്ലായിടത്തും, സെക്കൻഡ് ക്ലാസ് ആണ്. പക്ഷെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ MA ആണ്, ഞാൻ BEd ആണ്, അച്ഛനും അമ്മേന്റെ പൈസക്ക് എവിടുന്നോ പോയിട്ട് ഏതൊക്കെ ഹോസ്റ്റൽ കോളേജിൽ നിന്ന് എന്തോ ഉണ്ടാക്കിയായിരിക്കും. പക്ഷെ എന്നാലും ഞാനൊരു സംഭവമാണ്. ഇങ്ങേർക്ക് ഒരു PSC കിട്ടുമോ? UPSC ചെയ്ത് അവനെ കിട്ടുമോ? ഏതെങ്കിലും ഒരു പാരക്കോളേജ് പഠിപ്പിക്കാൻ പറഞ്ഞവന് ധൈര്യം ഉണ്ടാവും? ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ഇങ്ങനെ വെറുതെ എടുത്തു നോക്കുക. ഈ ഗ്രാഫിന്റെ ഏറ്റവും എൻഡിലും ഇവിടെയും നിൽക്കുന്നവൻ എല്ലാ കാര്യത്തിലും കിട്ടുമ്പോൾ ഇതിന്റെ ഇടയിലുള്ളവന് നിങ്ങൾ ഈ പറയുന്ന കോൺഫിഡൻസ് ഇല്ല. പുറമേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ BSc ആണ്, MSc ആണ്. ഇവനാണ് ഈ സ്ട്രഗിൾ ചെയ്യുന്നത്. നമ്മുടെ ലോകം എടുത്തു നോക്കും. തീരെ പാവപ്പെട്ടവൻ, ഭയങ്കര പണക്കാരൻ. ഇവിടെ അരിക്ക് നല്ല വില കൂടി, 50 രൂപയുടെ അരി 500 രൂപയായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ വലിയൊരു കോടീശ്വരന് അയ്യോ 500 ആയോ എന്നുള്ള കാര്യം? 500 ആയില്ലേ? അയാൾ അങ്ങനെയല്ലേ പറയാൻ സാധ്യതയുള്ളൂ. തീരെ പാവപ്പെട്ടവൻ കേട്ടാ, നോട്ട് നിരോധനം 2000 ഒന്നും പോകില്ല. ഓ, എൻ്റെ അടുത്തേ 2000 ഓൻ എന്തോ പിൻവലിച്ചോട്ടെ. ഇങ്ങനെയല്ല ഒരു ടിപ്പിക്കൽ മനുഷ്യൻ്റെ പറയുന്നത്. കാരണം അയാളിൽ ഈ 2000 കയ്യിലുള്ളവനല്ലേ ഈശ്വര നാളെ ഞാൻ പോയി ക്യൂ നിൽക്കണോന്ന്. 100 റുപ്യ കയ്യിലില്ലാത്തവനോട് പറയാണ് 2000 പിൻവലിച്ചിട്ടോന്ന് ഞാൻ പിൻവലിച്ചോട്ടെ, അല്ലെങ്കിൽ 2000 ഉണ്ടായിരുന്നില്ലേ, ആയുസ് കണ്ടില്ല എന്നല്ലേ അവൻ പറയുള്ളൂ. അപ്പൊ തീരെ ഇല്ലാത്തവനെ ബുദ്ധിമുട്ട് വരുന്നില്ല എന്ന് പറയാൻ കാരണം അങ്ങേര് BPL എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് സർക്കാരിന്റെ ഇങ്ങനെ കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്, കിട്ടും. തീരെ പാവപ്പെട്ടവന് അപ്പൊ എന്താ വെച്ചാൽ അയാൾക്ക് വേറെ ആളടുത്ത് പോയി ചോദിക്കാൻ മടിയൊന്നുമില്ല. ചേട്ടാ എന്റെ അവസ്ഥ ഭയങ്കര കഷ്ടം, എന്തെങ്കിലും സഹായിക്കാൻ നിൽക്കുമ്പോൾ പോട്ടെ, പാവപ്പെട്ടവനല്ലേ നമ്മൾ സഹായിക്കും അല്ലേ. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന സാധാരണക്കാരൻ ഞങ്ങളൊരു സംഭവമാണ്, പ്രസ്ഥാനമാണ്. അവിടെ നിന്നൊക്കെ കടക്കെ വാങ്ങിച്ച് നല്ല വീടൊക്കെ ഉണ്ടാക്കി, 2 വീലർ ഉണ്ടാക്കി, കാറുണ്ട്. അപ്പോഴാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ശമ്പളം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഒരാളോട് പറയാൻ പറ്റുമോ? ആൾക്കാരിക്കും ഇവനാ ദരിദ്രവാസി, അവന്റെ വീട് കണ്ടോ, വീടിന്റെ ആധാരം അവിടെ ആയിരിക്കും, അവൻ ഇന്നും ജപ്തി ചെയ്യണോ നാളെ ജപ്തി ചെയ്യണോ കൺഫ്യൂഷനിൽ ഇരിക്കും.
പിന്നെ ഇവനെ തന്നെ ഇല്ല, ആളുകളെ മുന്നിൽ എന്നെ ഇത്രയൊക്കെ ബഹുമാനിക്കുമ്പോൾ എനിക്ക് ഒരാളത്ത് നിന്നിട്ട് വിഷമം പറയാനൊരിത് കേട്ടാ ഭയങ്കര കഷ്ടമാണ്, മക്കൾക്ക് കൊടുക്കാനൊന്നും ഇല്ലാതെ പറയാനുള്ളൊരിത്. പിന്നെ എന്തെങ്കിലും പണിക്ക് പോകുന്ന പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ സെക്കൻഡ് ക്ലാസ് ആയിരിക്കുമല്ലോ, എവറേജിന് ഇവരല്ലേ ബുദ്ധിമുട്ടുന്നത്. ഇതാണ് എക്സ്ട്രീം എൻഡ് തിയറി. രണ്ട് എൻഡിൽ നിൽക്കുന്നവർക്ക് ഏത് കാര്യം ഓക്കെയാണ്. ഇതേപോലെയാണ് ഇനിയിപ്പോ നിങ്ങളെ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് കോട്ടിട്ടു എന്നാ ചോദിച്ചത്? അല്ല അല്ല അതെ, അപ്പൊ എന്തുകൊണ്ട് കോട്ടിട്ടു എന്ന് ചോദിച്ചു. അപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് ഒരു കാര്യം മനസ്സിലായി, ഈ രണ്ട് എക്സ്ട്രീമിൽ പിടിക്കണം. നിങ്ങൾ സിനിമയിലേക്ക് വരികയാണെങ്കിലും അയാള് തരക്കേടില്ല. നിങ്ങളൊരു എന്ത് കാര്യം ചെയ്തു, നിങ്ങളൊരു പാട്ട് പാടി, ചേട്ടാ എങ്ങനെയുണ്ട്, നിങ്ങളെ കൂട്ടുകാരൻ പറയാ തരക്കേടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ നിങ്ങൾ നശിച്ചു, നിങ്ങൾക്ക് എല്ലാം തരക്കേടില്ല എന്നല്ല, അവർ മോശം എന്ന് പറഞ്ഞില്ലല്ലോ. ആ അഭിപ്രായം കൊണ്ടൊരു കാര്യമില്ല സാർ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവർ മേലിൽ പാടരുത്, ഇതോ പാടി, എന്നാലും നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്. കാരണം പിന്നെ നിങ്ങൾ പാടുന്നില്ല, എനിക്ക് പറഞ്ഞ പണിയെല്ലാം നിങ്ങൾ കരുതുന്നു. പക്ഷെ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് നമ്മളെല്ലാവരും ഇതിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഉണ്ട്, എങ്ങനെയുണ്ട് അതില്ലേ, കുഴപ്പമില്ല കേട്ടോ സാർ, ഞാൻ സിനിമ ഇതെങ്ങനെയുണ്ട്, തിരക്കേടില്ല, കൊള്ളാന്നർത്ഥം. കാരണം ഇങ്ങേരെ അത് ഷെയറും ചെയ്യാൻ പോകുന്നില്ല, ഇവൻ ആരോടും അത് പറയാനും പോകുന്നില്ല. ഇങ്ങേരെ അത് ഷെയർ ചെയ്തിരിക്കും, ഇങ്ങേരെ അത് പറഞ്ഞിരിക്കും, അവൻ വീണ്ടും കണ്ടിരിക്കും, സൂപ്പറായിട്ട് അവന് തോന്നിയ. അപ്പൊ ഈ കാര്യത്തിൽ സന്തോഷ് പണ്ഡിറ്റിന് മനസ്സിലായി, സിനിമയിലേക്ക് വരുമ്പോ ഇതിലേതെങ്കിലും ഒരു എൻഡ് പിടിച്ചേ പറ്റൂ. ഒന്നുകിൽ ഇത് ആരാണ് എടുത്ത്, എന്താണ് സംഭവം, ഇയാൾ എന്താണ്. അപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ എക്സ്ട്രീം പിടിക്കണം. ഒന്നുകിൽ സന്തോഷ് പണ്ഡിറ്റ് ഈ എൻഡ് പിടിക്കണം, അല്ലെങ്കിൽ ഈ എൻഡ് പിടിച്ചിരിക്കണം. അല്ലാണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ ചെയ്തു എങ്ങനെയുണ്ട് കേടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു, നശിച്ചു എന്നർത്ഥം. ഞാൻ പിന്നെ പരിപാടിക്ക് വരില്ല. അതിന് ആദ്യകാലങ്ങളിൽ ഭയങ്കര വിമർശനം ഏറ്റുവാങ്ങില്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ഇവിടുത്തെ ചാനലുകാരെ കുറിച്ച് പഠിച്ചു. ഞാൻ കലയല്ല പഠിച്ചത്, ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ കലയല്ല പഠിച്ചത്. ഇവിടുത്തെ ചാനലുകാരെ ഒബ്സർവ് ചെയ്യരുത്. കാരണം പണ്ട് ശരീരശാസ്ത്രം പഠിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഫുള്ളായിട്ട് പഠിച്ചില്ല, ഞാൻ എന്തിനേയും ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടുത്തെ ആളുകളെ പഠിച്ചു. ഇവർക്ക് എന്ത് കണ്ടാൽ എങ്ങനെയാണ്, ഇവരെങ്ങനെയുള്ള ആളുകളെയാണ് ഇവർ വെക്കുന്നത്, ഓക്കെ, ഇവരാരെയൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു സൂചി കുത്ത ഇടം കിട്ടിയാൽ അവിടെ കിണർ എങ്ങനെ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. അപ്പൊ എനിക്ക് വേണ്ടതൊരു ഓപ്പണിംഗ് ആണ്. തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്ന എനിക്കറിയാം. പ്രത്യേകിച്ച് ചിന്മുദ്ര പിടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആളുകളെ ശരിക്കും വലിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ചിന്മുദ്ര പിടിച്ചൊരു വ്യക്തിയെ നിങ്ങൾ 2 മിനിറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അയാളോട് എന്തോ ഒരു ഇഷ്ടം തോന്നും. കാരണം എന്താണ്, അയാളുടെ ശരീരത്തിൽ ആൽഫ തരംഗങ്ങളാണ് വരുന്നത്. ഈ ആൽഫ തരംഗമുള്ള ഏതൊരാളോടും നമുക്ക് ഒരു ആകർഷണം തോന്നും. ഓക്കെ, അപ്പോൾ യു ക്യാൻ ലവ് മീ, യു ക്യാൻ ഹേറ്റ് മീ, യു കാൻറ്റ് ഇഗ്നോർ മീ. ഇതാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ തിയറി. നിങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റിനെ വെറുത്തുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ കൂടെ നിൽക്കാം, സന്തോഷ് പണ്ഡിറ്റിനെ സ്നേഹിച്ചുകൊണ്ട് കൂടെ നിൽക്കാം, പക്ഷെ നിങ്ങൾക്ക് കൂടെ നിന്നേ പറ്റൂ. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമല്ല അയാളെ ഒഴിവാക്കിയ പോലെ. ഇതാണ് ഞാൻ പറയുന്നത്, ഇതാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ തിയറി. അതല്ല നിങ്ങൾ പറയാണ് സന്തോഷ് പണ്ഡിറ്റിന് ഇഷ്ടമല്ല, ഇയാളതൊന്നും ഞാൻ കാണില്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. കാരണം അയാളെ ഞാൻ വെറുത്താലും അയാൾ എൻ്റെ കണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാളെ തലച്ചോറിനെ ഞാൻ ശരിക്കും സ്കാൻ ചെയ്യണം. അപ്പൊ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ തലച്ചോറ് എന്താണെന്നും ഇവരെന്താണ്, ഇവിടുത്തെ ചാനൽ എന്താണ്, ഇവർ ഇത്രയും കാലം കണ്ടതിന്റെ ത്രെഡ് എന്താണ്, എന്തുകൊണ്ട് ഇവരെ തലച്ചോറിനെ അവർ പറ്റിച്ചു, എങ്ങനെയാണ് ഇവർ ബിസിനസ് കളിച്ചിരിക്കുന്നത്, എന്നെ വെച്ചുള്ളത് എല്ലാം ഒരു ബിസിനസ്സാണ്. നിങ്ങളെ പല രീതിയിൽ ആളുകൾ പറ്റിക്കുന്നു, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രീയക്കാർ വേറൊരു സന്തോഷ് പണ്ഡിറ്റ് തുറന്നു പറയുന്നു, മറ്റുള്ളവർ പറയുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളെ കയ്യിലെ പൈസ കുറെ പേർക്ക് കൊടുക്കുന്നു, ഇതാണ് നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു, അവരുപയോഗിച്ച തന്ത്രം എന്ത്, ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് പഠിച്ചത്. അതിൻ്റെ ഒരു ഭാഗമാണ് സന്തോഷ് പണ്ഡിറ്റ് കോട്ടും ഇതൊക്കെ വരുമ്പോൾ എനിക്കറിയാം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഭയങ്കര വർണ്ണവിവേചനമുള്ളൊരു സംസ്ഥാനം എന്നാണ് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. ഞാൻ പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം ഒബ്സർവേഷനിലൂടെ പറയുന്നത്. ഇവരുടെ എല്ലാ സൂപ്പർ താരങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ അത്യാവശ്യം നല്ല സായിപ്പന്മാരെ പോലുള്ളവരും കാണാൻ നല്ല ഫിഗറുള്ള ആളുകളാണ്. സൂപ്പർ സ്റ്റാർ എന്നാണ് ഞാൻ പറയുന്നത്. അതേസമയം പറയാൻ പറ്റത്തില്ല, രജനീകാന്ത് ഒക്കെ അത് തമിഴായതുകൊണ്ട് കേരളമല്ലല്ലോ, കേരള അങ്ങനെ മലയാളികളെ ഇവിടെയാണല്ലോ കളിക്കുന്നത്. അതേസമയം ഈ സൗന്ദര്യം കുറഞ്ഞ ആളുകൾ ഇവിടെയുണ്ട്. ഈ സൗന്ദര്യം കുറഞ്ഞ നടന്മാരെ ഈ മലയാളികൾ എങ്ങനെയാ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വട്ടനും പൊട്ടനും വില്ലനും ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗന്ദര്യം കുറഞ്ഞ ഒരുത്തനാണോ അവനിവിടെ റോളുണ്ട്. സൗന്ദര്യം കുറഞ്ഞവർക്ക് ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയ റോളിൽ അവർ ഹീറോയിസം കാണിച്ചിട്ടില്ല. നോട്ട് ദ പോയിന്റ്. ഇവിടെ സൗന്ദര്യം തൊലിയെളുപ്പുള്ളവൻ മാത്രമാണ് ഹീറോയിസം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ കലാഭവൻ മണിയൊക്കെ അദ്ദേഹത്തിന്റെ ഞാൻ പറയാം, കരുമാടിക്കുട്ടൻ, മോഹൻലാൽ നരസിംഹത്തിൽ ചെയ്തോണു,
മമ്മൂക്ക ദ കിങ്ങിൽ ചെയ്തോണാണോ അദ്ദേഹം ചെയ്തിരിക്കുന്നത്? പക്ഷെ ബെൻ ജോൺസൺ ചെയ്തിട്ടുണ്ട്. മണി ഞാൻ പറയുന്നത് സൂപ്പർ ഹിറ്റായ അദ്ദേഹത്തിന്റെ 2 സിനിമകൾ വാസന്തിയും ലക്ഷ്മിയും മറ്റേ മോശം ഞാൻ പറയുന്നില്ല, അതിൽ വരുന്നുണ്ട്. ഈ 2 സിനിമകളും അദ്ദേഹം നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ചെയ്യുന്ന പോലെയാണോ അദ്ദേഹം ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഞാൻ പറയുന്നത് അവർ ചെയ്തില്ല എന്നല്ല, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ശരി നിങ്ങൾ ഏതോ ചില സിനിമകൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഈ കാറ്റഗറിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയോ? ഏതിലാ? നിങ്ങൾ ചില സിനിമകൾ ചെയ്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തെ മമ്മൂക്കയോ ലാലേട്ടനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറോ ചെയ്യുന്നത് പോലെയുള്ള ആ കാറ്റഗറിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയോ? അത് ഒരു ആക്ഷൻ കിങ് എന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ആക്ഷൻ കിങ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ഞാൻ പറയുന്നു, അതാ ഞാൻ പറഞ്ഞത്, മലയാളികൾക്ക് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. അവര് ചെയ്യുന്നുണ്ടാവും, പടം ചിലപ്പോൾ ഓടുന്നുണ്ടാവും. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സാറ്റലൈറ്റ് റേറ്റ് ഉണ്ടോ? ഒരു സമയത്ത് ഉണ്ടായിരുന്നു, പിന്നില്ല. മറ്റേ നടന്മാർക്ക് ഇന്നും ഉണ്ട്. ഞാൻ നമ്മൾ 1 or 2 ഇത് മാറ്റി നിർത്തും. ജനറലി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാളും നിങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സിലുള്ളവര്, അതിന്റെ അർത്ഥം മലയാളികളുടെ ഉള്ളിലുള്ള വർണ്ണ വിവേചനമാണ്. അവർ ഞാൻ പറഞ്ഞ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന അതുല്യ പ്രതിഭകൾ, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളിന് അപ്പുറത്തേക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ മലയാളികൾ പ്രതിഷ്ഠിച്ചില്ല എന്നും എനിക്ക് തോന്നുന്നു. സർ അവരവിടെ നിൽക്കട്ടെ, അതിന് മുമ്പുള്ള ആളുകളെ കാര്യം എന്താ? തീരെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ പറയട്ടെ, തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ധനുഷിനെ പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ നിങ്ങൾക്കുണ്ടോ? ഇപ്പൊ ധനുഷിനെ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്. ധനുഷ് എന്ന് പറഞ്ഞ ഒരു നടൻ തമിഴിൽ ചെയ്ത് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് മനസ്സിലായി അദ്ദേഹം ഒരു സ്റ്റാർ ആയിട്ടാണ് സർ ചെയ്യുന്നത്. ആ റോൾ അജിത്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ്, ആ റോള് മനസ്സിലായില്ലേ, കാർത്തിക് ചെയ്താലും അങ്ങനെ തന്നെയാണ്. അതേസമയം നിങ്ങൾ ഇവിടെ ഇപ്പോ ശ്രീനിവാസ സാറിന്റെ പല സിനിമകൾ ഹിറ്റ് ആയിട്ടുണ്ട്. അദ്ദേഹം ലാലേട്ടനും മമ്മൂക്കയും ചെയ്യുന്ന രീതിയിലാണോ ആ സിനിമകൾ ചെയ്യുന്നത്? ചെയ്തിട്ടില്ല സർ. ഞാനതാ പറയുന്നത്, ഹീറോയിസം മൈനസ് ആണ്. ചിന്താവിശിഷ്ടയ ശ്യാമള, വടക്ക് നോക്കിയന്ത്രം അല്ല, മനസ്സിലായി പറഞ്ഞു. ഈ രീതിയല്ല. അതേസമയം നിങ്ങൾ ധനുഷ് നടനെ എടുത്തു നോക്ക്, അദ്ദേഹം ആ റോൾ സപ്പോസ് അജിത്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ് വരിക. അത് ആ ഹീറോയിസത്തിലാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഹിന്ദിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഭാഷകളിലും അങ്ങനെയാണ്. താരതമ്യേന സൗന്ദര്യം കുറഞ്ഞത് ചിന്തിക്കുന്ന ആളുകളൊക്കെ തന്നെയും അവര് ഹീറോ ആയാൽ അവര് ആ പക്ക ആണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നടന്മാരെങ്ങനെയാണ്? കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഇത്തരം ആളുകൾ വർക്കൗട്ടാണ് സർ. വട്ടനും പൊട്ടനും ആവണം. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ പറഞ്ഞതിലേക്ക് ഞാൻ വരുന്നു. കരുമാടിക്കുട്ടന്റെ ക്യാരക്ടർ എടുത്താലും വാസന്തി ലക്ഷ്മി എടുത്താലും എങ്ങനെയാണ് വന്നത്? ഇപ്പൊ ശ്രീനിവാസ സാറിനെ എടുത്തു കഴിഞ്ഞാലും ചിന്താവിശിഷ്ടയായ ശ്യാമള അല്ല, അതിൽ നായകൻ എങ്ങനെയാണ്? അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സരോജ് കുമാർ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെ കാണിച്ചിരിക്കുന്നത്? ശരി, അതായത് വട്ടനും പൊട്ടനും വില്ലനും ആയാലും അവർക്ക് ഓക്കെയാണ്. നിങ്ങൾ നായകനാവാൻ പാടില്ല. ശരി. അപ്പോ നിങ്ങളെ നേരത്തെ കൂട്ടിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാം. ഈ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇവരെ കയ്യിലെടുത്തേ പറ്റൂ. കാരണം എനിക്ക് സൗന്ദര്യം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഈ മലയാളികളുടെ കൺസെപ്റ്റിലേക്ക് എത്തില്ല. കാരണം ഇവർ ഇങ്ങനെയാണ്. അപ്പൊ ഇതിനെ പൊളിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ അപ്പുറത്തേക്ക് പോകണം. അപ്പൊ അതിനു വേണ്ടി ബോധപൂർവം ഞാൻ കോട്ടക്കെടുന്നു. കാരണം ഈ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനാണോ? അപ്പൊ ആദ്യ സിനിമയിൽ ചില വിവാദമില്ലേ എന്നൊക്കെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ചോദിക്കണ്ടേ. അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം, അത് അഭിനയം ആയിക്കോട്ടെ, എന്തായാലും ഞാനത് ബോധപൂർവ്വം അത് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ ഒരു കാര്യം അല്ല, അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ അറ്റൻഷൻ എനിക്ക് വരിക. അറ്റൻഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? അപ്പൊ ഇതാരാണ്? അപ്പൊ എനിക്കൊരു ഫയറിംഗ് സ്റ്റാർട്ട് ആവശ്യമുണ്ട്. ഒരു ക്രിക്കറ്റിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് തട്ടിമുട്ടിയൊക്കെ നിന്നിട്ട് ഒരു 55 പന്ത് 50 അടിക്കുന്നേക്കാൾ നിങ്ങളുടെ ഒരു പുതിയൊരു ബാറ്റ്സ്മാൻ ആണ് ഞാനെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ ആദ്യത്തെ കളികളിലൊക്കെ ഒരു 20 പന്ത് തന്നെ 50 അടിച്ചു. പിന്നെ നമ്മൾ സ്റ്റാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പതൊക്കെ 60 പന്തൊന്നും 75 എടുക്കും. കാരണം പിന്നെ നമുക്ക് എത്ര റൺ എടുത്തു നമ്മളെ റെക്കോർഡാണ് വരിക. പക്ഷെ തുടക്കം എന്താണ് വേണ്ടത്? ഇത് ഏതോടെ ചങ്ങായി 15 പന്ത് എന്നാണ് 50 അടിച്ചു 50 പിന്നെ ആളൊരു കിട്ടുവാണ്. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ആ ഫയറിംഗ് സ്റ്റാർട്ട് കിട്ടുവാൻ വേണ്ടിയാണ് ഈ എക്സ്ട്രീം എൻഡ് തിയറി സന്തോഷം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇയാളൊരു സംഭവം, അപ്പൊ ഇയാളാണ് സംഭവം. കണ്ടോ, എക്സ്ട്രീം എൻഡ് തിയറി വർക്കായി. ഒരു വിഭാഗം ആളുകൾ ഇയാൾ ഭയങ്കര ജീനിയസ് ആണെന്ന് പറയണം. ഇത് സന്തോഷം വേണ്ടിയിട്ട് എഴുതുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് മലയാളികൾ എനിക്ക് കൂടി കളിച്ചു തന്നാണ്. ചെസ് കളിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ചെസ് കളിച്ചോണ്ട് തരില്ലല്ലോ, നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ത് തരണ്ടേ. അപ്പൊ ഒരു തുടക്കം മുതലേ ഞാൻ ചിന്തിച്ചത്, ഒരു വിഭാഗം ആൾക്കാർ പറയണം സന്തോഷ് പണ്ഡിറ്റിനെ കഴിവേ ഇല്ല. ഒരു വിഭാഗം ആൾക്കാർ ഇവനാ കഴിവില്ലാത്ത
5 ലക്ഷത്തിന് പടം എടുത്ത് ഇംഗ്ലീഷ് സോങ് അടക്കം എഴുതി ഇവനാണോ കഴിവില്ലാത്ത? എവിടെയും ഞാൻ എംപ്ലോയി ആന്ന് പറഞ്ഞില്ല, എന്റെ വിദ്യാഭ്യാസം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. 5 ലക്ഷത്തിന് പടാന്ന് പോലും പറഞ്ഞിട്ടില്ല. അതിങ്ങനെ കൂടുതൽ അതിന്റെ ഇങ്ങനെ ഇടകീറി പരിശോധിക്കാൻ പറ്റിയ ചങ്ങാതിയെ ഇങ്ങനെയൊന്നും പരിശോധിക്കണ്ട, അതൊരു 5 ലക്ഷത്തിന് പടാണ്. 5 ലക്ഷത്തിന് പടാല്ലേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാണ്ട് ഞാൻ ചാടിക്കേറി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ എക്സ്ട്രീമെന്റ് തിയറി വർക്കായപ്പോൾ എന്തായി? ഞാൻ പറയുന്നത് മനഃശാസ്ത്രപരമായി എനിക്കൊരു ഓപ്പണിങ് കിട്ടി. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു മലയാള സിനിമയുടെ ഹിസ്റ്ററി എഴുതിയ സന്തോഷ് പണ്ഡിറ്റില്ലാതെ ഒരു ഹിസ്റ്ററി എഴുതാൻ പറ്റില്ല. അത് ഞാൻ ചോദിക്കുന്നത്, ഒരു അബദ്ധത്തിൽ അങ്ങനെ വീണ് കിട്ടിയപ്പോൾ അതിനെ ഉപയോഗിച്ചതായിരുന്നു സന്തോഷ് പണ്ഡിറ്റ്. അതാ ജി ഞാൻ പറയുന്നു, ഈ അബദ്ധത്തിലായാലും ബോധപൂർവമാണെങ്കിലും കിട്ടിയ അവസരത്തെ ഞാൻ കൃത്യമായി യൂസ് ചെയ്തു. അത് ശരിയാണ്. അപ്പൊ ഞാൻ ചെയ്ത കൃഷ്ണനും രാധയും അങ്ങനെ സംഭവിക്കണം, ഇങ്ങനെ ഒരു വിമർശന വിധേയമായിട്ട് ആൾക്കാർ കളിയാക്കണം എന്ന് വിചാരിച്ച് നമ്മൾ എടുത്ത സിനിമ ആയിരിക്കില്ലല്ലോ അങ്ങനെ. പക്ഷെ ഞാൻ പറയുന്നത് അത് എങ്ങനെ പറയാൻ പറ്റും? അത് ഇഷ്ടപ്പെട്ട എത്രയോ ആൾക്കാരില്ല. അല്ല, ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, പൊതുവെ അങ്ങനെ ആയിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞു വന്നതും അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നു. ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. പക്ഷേ എന്റെ ചോദ്യം സിമ്പിളാണ്, അവരെന്തുകൊണ്ട് അത് ഒഴിവാക്കിയില്ല? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സാധനം ഇഷ്ടപ്പെട്ടു, നിങ്ങളത് ഷെയർ ചെയ്യുന്നത് കാണുന്നു, മനസ്സിലാക്കാം. ഇഷ്ടപ്പെടാത്ത നിങ്ങൾ ഒഴിവാക്കി. ഇപ്പൊ പോട്ടെ, 13 കൊല്ലമായല്ലോ. ഇപ്പൊ 13 കൊല്ലമായി. ഇപ്പോഴും എന്റെ സോങ് ഞാൻ 3-ാം പ്രാവശ്യം അപ്പ് ചെയ്ത പോലും ഇപ്പൊ പുതിയ സിനിമയിലെ സോങ്ങും 25 ലക്ഷം നിങ്ങൾ നോക്കി നോക്ക്. ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത ഒരു സാധാരണ ഓൺലൈൻ ഇന്റർവ്യൂ 25 ലക്ഷം വന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യന് ഒരു തവണയല്ലേ അബദ്ധം പറ്റൂ? ഇനിയിപ്പോ ബൈ ചാൻസ് അബദ്ധം പറ്റി, ഇയാളെ ഇന്റർവ്യൂ കണ്ട അബദ്ധം പറ്റി, മനസ്സിലായി. 13 വർഷമായി ഒരു മനുഷ്യന് അബദ്ധം പറ്റുന്നു. അതിന്റെ അർത്ഥം എന്താണ് സാർ? ആ വ്യക്തിക്ക് അധികം കുറവില്ല, 5 പൈസയുടെ കുറവുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനല്ല. അല്ല എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. ചോദ്യത്തിനോട് ഉത്തരം തരണം. നിങ്ങളെ ഇഷ്ടപ്പെട്ട നടൻ ഏതാണ്? എക്സ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് ഇഷ്ടമല്ല, എക്സിനെ ഇഷ്ടം. ഈ എക്സിന്റെ എത്ര ഇന്റർവ്യൂ കണ്ടു? എക്സിന്റെ പുതിയ പടം കണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഉത്തരവില്ല. നിങ്ങൾ പറയുന്നതിന്റെ തിരിച്ചു പറയാലോ. അപ്പൊ ഈ സന്തോഷ് പണ്ഡിറ്റിന് ഇത്രയും കൃത്യമായിട്ട് 13 വർഷം, ഇതൊക്കെ 2011 ചെയ്തു. ഇത് പറയുമ്പോൾ 2024 ഇപ്പൊ നിങ്ങൾ എന്നെ ഒരു ഇന്റർവ്യൂക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നും ആളുകൾ അറിയുന്നത് കൊണ്ടാണ്. ഉറപ്പായിട്ടും ഇത് കൂടെ പറയാം. ഈ എക്സ്ട്രീം എൻഡ് തിയറി കൃത്യമായിട്ട് വരുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഉദ്ദേശിച്ചതാണ്, ഓപ്പണിംഗ് കിട്ടും. ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ സൂചിയുത്ത ഇടം കിട്ടിയ അവിടെ കുളം എങ്ങനെ കുടിക്കാൻ എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന വ്യക്തിയായതുകൊണ്ട് ഇങ്ങനെ കൃത്യമായി വന്നു കഴിഞ്ഞാൽ എന്തായി, ഈ എന്നെ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ തന്നെ പോസിറ്റീവ് എത്തിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ശരി, ഈ എക്സ്ട്രീം എൻഡ് തിയറി കണ്ടുപിടിച്ചത് ഞാനാണ്. ഇങ്ങനെ ഞാൻ വേറെ എവിടെയും വായിച്ചിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പൊ ഇത് ഉപയോഗിക്കാത്ത ആളുകളെയും കൂടെ പറയണം. ഇയാൾ ഉപയോഗിച്ചു, അതിപ്പോ എന്താ എല്ലാവരും ഉപയോഗിക്കുന്നല്ലേ നിങ്ങൾ ചിന്തിക്കും. സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റാർ ആയ ആളുകൾ എടുത്തോ. ഞാൻ പറയാം, ഇപ്പോ സിൽസില എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് എനിക്ക് മുമ്പ് പിന്നെ ഒരാൾ, ഞാൻ ഫുള്ളായിട്ട് പറയാം, ഒരു 2 ഡോക്ടർമാര് ഡാൻസ് ചെയ്തു ഒരു ഇംഗ്ലീഷ് പാട്ട് വെച്ചിട്ട്, ഭയങ്കര വൈറലായി. പിന്നെ പിന്നെ അവർ ചെയ്തു, പക്ഷെ അതാരും കണ്ടില്ല. മറ്റവരും പലതും ചെയ്തു, ആരും കണ്ടില്ല. പിന്നെ നമ്മളെ ചിത്രേച്ചിയുടെ ഒക്കെ പാട്ടുപാടി ഹിറ്റായ ചില ആളുകൾ, പക്ഷെ അവര് പിന്നെയും നല്ല നല്ല പാട്ടുകൾ, വളരെ പ്രതിഭയുള്ളവരാണ്, പക്ഷെ അതാ നാട്ടുകാർ കണ്ടില്ല. പിന്നെ പ്രമദവനം വീണ്ടും എന്നൊക്കെ പറഞ്ഞ് നല്ല സ്റ്റൈലായി പാടിയവരുണ്ട്, അതാരും കണ്ടില്ല. ഹരിമുരളീരവം നല്ല രീതിയിൽ പാടി, ആരും കണ്ടില്ല. അല്ലെങ്കിൽ മണിച്ചിത്രത്താലെ ശോഭനാജിയുടെ ആ പെർഫോമൻസ് ഒക്കെ നല്ല കിടുവാക്കി ഭയങ്കര, അതേപോലെ സുരേഷ് ഗോപി സാറിനെ അനുകരിച്ച് അങ്ങനെ ഒരാൾ വന്ന് ഭയങ്കര ഹിറ്റ്. ഈ പറഞ്ഞവരൊക്കെ പിന്നെയും പലതും ചെയ്തല്ലോ സാർ, അതെന്താരും കാണാതിരുന്നു? എന്താണ് ഇതിന്റെ മനഃശാസ്ത്രം? അവർ എക്സ്ട്രീം എൻഡ് തിയറി ഉപയോഗിച്ചില്ല. അല്ല, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതെല്ലാം അവർ വേറെ ഒരാൾ ചെയ്തതാണ് അവര് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കണം. ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, ആ സോങ്ങിലാണ്, ആ സോങ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ വേറൊരു ആൾക്കാർ നടത്തുമ്പോ അത് കൊള്ളാലോ. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് തന്നെ ചെയ്ത ഒരു സോങ് ചിലപ്പോൾ വേറെ ആൾ ചെയ്യുമ്പോൾ അത് നല്ല ഹിറ്റ് ആവും. കാരണം അവിടെ ഒരു സാധനം ഉണ്ട്, അത് ആ വ്യക്തിയുടെ പ്രതിഭ അല്ലേന്ന് വെച്ചാൽ പ്രതിഭയാണ്. പക്ഷേ ആ വ്യക്തിയുടെ യഥാർത്ഥ പ്രതിഭ എപ്പോഴാണ് വരിക? ആ വ്യക്തി സ്വന്തമായിട്ടൊരു മ്യൂസിക് ഉണ്ടാക്കി ചെയ്യുന്നതാണ് ആ വ്യക്തിയുടെ പ്രതിഭ കാണിക്കുന്നത്. കാരണം സന്തോഷ് പണ്ഡിറ്റിന്റെ സോങ് എല്ലാവരുടെ മനസ്സിലുണ്ട്, അത് വേറൊരാൾ വേറെ രീതിയിൽ ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവില്ലെന്ന് ചോദിക്കുമ്പോൾ ആ സൂപ്പർ എന്ന് നിങ്ങൾ പറയുമ്പോഴും ആ സോങ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഹിറ്റ് ആവുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ഒരു ദിവസം ഹിറ്റായ എല്ലാവരും ചെയ്തിരിക്കുന്നത് വേറൊരു നടനോ വേറൊരു നടിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പരമ്പരാഗതമായിട്ടുള്ള, അല്ലെങ്കിൽ നരസിംഹത്തിന്റെ സീന് മറ്റെന്നൊക്കെ പറഞ്ഞ CBI ഡയറിക്കുറിപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് അത് വേറെ രീതിയിൽ, അത് ചിലപ്പോൾ അത് കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അവനെ കൈയടിക്കുന്നു. ഇതേ ഇവൻ നല്ലൊരു ക്യാരക്ടറായി ചെയ്യുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, കാരണം ആ ക്യാരക്ടർ നിങ്ങളുടെ മനസ്സിലില്ല.
മറിച്ച് സന്തോഷ് പണ്ഡിറ്റ് മാത്രമാണ് 24 മണിക്കൂറോട് സ്റ്റാറായ മനുഷ്യന്മാരെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ രാത്രി ശിവരാത്രി എന്നുള്ള സോങ് വന്നപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ചെയ്ത ഒരു ഫ്രഷ് ലിറിക്സ്, ഫ്രഷ് മ്യൂസിക്. ഓക്കെ, അതിന്റെ ഞാൻ ബാക്കി അതിൽ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അത്രേ ഉള്ളൂ. അന്ന് അത് സ്വന്തം കാര്യം ഹിറ്റാക്കിയത് കൊണ്ടാണ് 13 വർഷത്തിന് ശേഷം സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോഴും ഒരു പാട്ട് എഴുതുമ്പോൾ ആളുകൾ കാണുന്നത്. കാരണം ആ പാട്ട് നിങ്ങൾ മനസ്സിലില്ലാത്തൊരു പാട്ടല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് അത് ഞാൻ പറയുന്നത്. പുതുതായിട്ട് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് വൈറലാണെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ടൊരു സാധനം ചെയ്ത് ഹിറ്റായാൽ നിങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ ടഫാണ്. സ്വന്തമായിട്ടൊരു പാട്ട് പാടി ആൾക്കാർ ലൈക്കും ഷെയറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏതെങ്കിലുമൊക്കെ പരമ്പരാഗതമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ ബാക്കിയുള്ളവർ ചെയ്തു വെച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ പാടിയ പാട്ടിനനുസരിച്ച് റീൽസിൽ വെറുതെ വായ ഇളക്കുക. ഇതൊന്നും എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ചോദിച്ച ചോദ്യം, ഇപ്പോൾ കൃഷ്ണൻ്റെ അതിൽ സോങ്സ് ഒക്കെ ഭയങ്കര ഹിറ്റായല്ലോ. അത് ഒരുപക്ഷെ മലയാളികൾക്ക് ഇങ്ങനെ ആൾക്കാരെ കളിയാക്കാനോ അല്ലെങ്കിൽ അവർ പരമ്പരാഗതമായിട്ട് കണ്ടുവന്നിരുന്ന സിനിമയിൽ നിന്ന് മാറിയിട്ട് ഒരു സാധനം വന്നപ്പോൾ അതിനെ എടുത്ത് നിങ്ങളെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്കും അത് മനസ്സിലായിട്ടില്ലേ ആ സമയത്ത്? ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ. ഇപ്പോൾ ഈ ഇന്റർവ്യൂ ആണ് ഞാൻ പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റിന്റെ ആരാധകർ കണ്ടാൽ മതി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ഉൾക്കൊള്ളുന്നവരുണ്ട്. ആരിപ്പോൾ ആരാധകരാവുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം എക്സ് എന്ന നടനാണ്, പക്ഷെ നിങ്ങൾ വൈൻ്റെ നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമ വരുമ്പോൾ നിങ്ങൾ കാണുന്നു. ഞാൻ പറയാണ് എക്സിന്റെ ആരാധകർ മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നൊരു കാര്യമില്ല. കാരണം പക്ഷെ നിങ്ങൾക്ക് ആ വൈ എന്ന് പറയുന്ന നടനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്ന പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളെ എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൈ വട്ടപൂജ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വൈ എന്ന് പറയുന്ന ഒരു നല്ല നടനാണെന്നും അല്ലെങ്കിൽ നല്ലൊരു നടിയാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ കേസാണെങ്കിലും സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ആരാധകർ കണ്ടാൽ മതി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനെ ഉൾക്കൊള്ളുന്നവൻ കണ്ടാൽ മതി. ഞാൻ പറയുന്നു, ഒരു ബൈ ചാൻസ് ആണ് സംഭവിക്കുന്നെങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിച്ചു. പിന്നെ മുതൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു കാര്യം നിങ്ങൾ കാണരുത്. എന്നിട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഓർമ്മയുണ്ടെന്നേ ഞാൻ പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞ അത്രേ ഉള്ളൂ. പൊതുവെ ഞാൻ ഒരു കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ മിമിക്രിക്കാരോട് പൊതുവെ ഒരു ബദ്ധശത്രുത ഉള്ളതുപോലെ തോന്നാറുണ്ട്. എന്തെങ്കിലും കാര്യം അവരെ പലയിടത്തും ആക്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ ചോദ്യം അവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ മിമിക്രിക്കാരെ അങ്ങോട്ട് ഇതുവരെ മിമിക്രിക്കാരോട് അങ്ങോട്ടുണ്ടോ ഞാൻ പറഞ്ഞ വലിച്ചു ചോദിക്കുന്നത്? ഞാൻ ഇന്നവരെ ഒരു മിമിക്രിക്കാരനോട് അങ്ങോട്ട് പോയിട്ട് ഉടക്കിയിട്ടില്ലല്ലോ. ഞാൻ പോകുന്ന പരിപാടികൾ മിമിക്രിക്കാർ വരികയും എങ്ങനെയാ അവിടെ എടുക്കുക എന്ന് വെച്ച് വല്ലാതെ ഓർപ്പിക്കുന്നു. ഇപ്പൊ തിരുവോണത്തിന്റെ പരിപാടി, മിമിക്രിക്കാരന്റെ ആദ്യത്തെ ചോദ്യം, താങ്കൾ ചെരുപ്പാണോ ഇട്ടത് ഷൂ ആണോ ഇട്ടത്? എന്തുകൊണ്ട് ഷൂ ഇടുന്നില്ല? ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ ഇടട്ടെ, നീ സിനിമയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ചോദിക്കും. ഞാൻ ചോദിച്ചത് തെറ്റുണ്ടോ? വേറൊരു മിമിക്രിക്കാരൻ, ഇയാളെ പടങ്ങളിലൊക്കെ 8 പെൺകുട്ടികളാണ്, നിങ്ങൾക്ക് ഒന്നുപോരെ? ഞങ്ങളെ എന്നെ പറയാം, ഞങ്ങളെ വിഷമങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടിട്ടോ ശ്രീകണ്ഠൻ നായർ ഷോ? ഞങ്ങളൊക്കെ ഒരു സ്കിറ്റിനെ വിളിച്ചാൽ ഒരു പെണ്ണിനെ കിട്ടില്ല. എന്നിട്ട് ഞങ്ങള് ഈ അധികം ആണുങ്ങളെ അവര് പെണ്ണാക്കുക, അവർക്ക് പെണ്ണുങ്ങളെ കിട്ടാത്തതുകൊണ്ട് അവർ ആണിനെ പെണ്ണാക്കും. അപ്പൊ ആ വിഷമൊക്കെ അവർ എന്നോടാ തീർക്കുന്നത്. ഞാനെന്ത് കഴിച്ചു? അപ്പൊ ഞങ്ങൾക്ക് പെണ്ണിട്ടുന്നില്ല, എന്നിട്ട് ഞങ്ങൾ ആണിനെ പെണ്ണാക്കുന്നു. ഇയാൾക്കാണെങ്കിൽ 8 പെൺകുട്ടികളൊക്കെ ഇയാളെ സിനിമയിൽ അഭിനയിക്കും, ക്യൂ ആണ്. നിങ്ങൾക്ക് എന്തിന് 8 എണ്ണം? ഞാൻ പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റിന്റെ സ്വഭാവം നല്ലതായിരിക്കും. അല്ലെ, ഞാനെന്താ ഇനി ഉത്തരം പറയേണ്ടതെന്നും കൂടെ വായി പറയണം. അല്ല, ഇങ്ങനെയാണല്ലേ ചോദിക്കുന്നത്. എന്റെ സിനിമയിൽ 8 വേണോ 88 വേണോ എന്ന് ഇവനല്ലോ തീരുമാനിക്കുന്നത്. എന്റെ അച്ഛന്റെ പൈസക്കല്ലേ ഞാൻ പട്ടെടുക്കുന്നത്. ഇങ്ങനെ തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. അവനവന്റെ കാര്യങ്ങൾ പറയല്ലേ വേണ്ടു. അപ്പൊ ഇവിടെ അതേപോലെ വേറൊരു മിമിക്രിക്കാരൻ, താങ്കൾക്ക് കഴിവില്ല എന്നൊരു ബോർഡ് എഴുതി വെച്ച് വെക്കോളൂ. ഇത്രയും കഴിവുള്ള താങ്കൾ ഇത് എത്ര വർഷമായി? 40 കൊല്ലം. പണ്ടെന്നേ ഞാനിവനേക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ടെന്ത് ചെയ്തു? ഞാൻ വായ കൊണ്ട് ചെണ്ട കൊട്ടും മദ്ദളം കൊട്ടും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? വായ കൊണ്ട് ചെണ്ട കൊട്ടും മദ്ദളം കൊട്ടും. അപ്പൊ 40 കൊല്ലമായിട്ട് ഇവൻ വായ കൊണ്ട് ചെണ്ട കൊട്ടുന്നു, മദ്ദളം കൊട്ടുന്നു. എന്തോ ആട്ടെ. ഇന്നേ വരെ താങ്കൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ ഒരാൾ വിളിച്ചിട്ടുണ്ട്? ഒരു 10 രൂപ നിന്നെ കൊണ്ട് ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടോ? 10 രൂപ നിനക്ക് തന്നിട്ടുണ്ടോ? എൻഡ് ഓഫ് ദി ഡേ ഈ പ്രോഗ്രാം പോലും സന്തോഷ് പണ്ഡിറ്റിന് ശ്രീകണ്ഠൻ നായർ ഷോ, അല്ലാണ്ട് ഈ മിമിക്രിക്കാരന്റെ പേരിലല്ല. 10-200 മിമിക്രിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാം, അവർക്ക് ഉച്ചഭക്ഷണം കൊടുത്തു, സന്തോഷ് പണ്ഡിറ്റിന് 1 ലക്ഷം രൂപ കൊടുത്തു. പാട്ട് പറ, അതെന്തോട്ടെ. പിന്നെ അങ്ങനെ പറയുന്ന മോശമാണല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല. അപ്പം ഒരു പരിപാടിക്ക് പോയിട്ട് TV പ്രോഗ്രാമിന് പോയിട്ട് നിനക്ക് ഉച്ചഭക്ഷണം തന്നുള്ളൂ, ഓക്കെ. ഒരു 10 രൂപ ആരും തന്നിട്ടുണ്ടോ? ഇവൻ എന്നോട് പിന്നെ തെളിവ് ചോദിച്ചാൽ ഞാൻ സ്പോട്ടിൽ കൊടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അധികം അക്കൗണ്ടിലേക്കൊക്കെ വരുന്നത്, ചേട്ടാ ഇത് നോക്ക്, അല്ല എനിക്ക് വരുന്ന, ഞാൻ പറഞ്ഞു ഇനി വെറുതെ സന്തോഷ് പണ്ഡിറ്റ് ഇനോഗ്രേഷൻ അടിച്ചാൽ മതി, ശരിയല്ലേ? ഒരു 500 ഇനോഗ്രേഷൻ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയിട്ട് നീ ഒരു സ്പീച്ചിനെ നിന്നെ വിളിച്ചിട്ടുണ്ടോ? അല്ലെ, ഇത്രയും കഴിവുണ്ട് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും കഴിവുള്ള നിങ്ങളെ ആരെങ്കിലും വിളിച്ചോ ഏട്ടാ? തീർന്നു. അപ്പൊ ഈ
രീതിയിൽ മിമിക്രിക്കാർ ഒരു മണിക്കൂർ സമയം ഇത് തന്നെ പറയാണ്. പിന്നെ മിമിക്രിക്കാർ 5 ലക്ഷത്തിൻ്റെ പടമല്ലേ, ആർക്കും ചെയ്യാം. ഞാൻ ഒരു തവണ ഇങ്ങനെ പിന്നെ കുറേ എന്താ പറയണ്ടത് കേട്ടിട്ട് മടുത്തു. അപ്പോൾ ഇവർ പിന്നെയും ബ്രേക്കാക്കി. ഞാൻ ആ പ്രൊഡ്യൂസറോട് ചോദിച്ചു, 1 മണിക്കൂറിലല്ലത് 3 മണിക്കൂറല്ലത് ഗതികേട് നിർത്തിക്കൂടെ വെച്ച് ശപിക്കാന്ന് തുടങ്ങി. നിങ്ങൾ മിമിക്രിക്കാരൻ്റെ തന്തയ്ക്ക് വിളിച്ചോ? പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ. ഞാൻ പറയടാ, കഴിഞ്ഞ ചാനലിൽ നിങ്ങൾ മിമിക്രിക്കാരൻ്റെ തന്തയ്ക്ക് വിളിച്ചു. ഞങ്ങൾക്ക് അതാണ് ഇവിടെ പ്രൊമോ കട്ട് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? ഞങ്ങളിവിടെ പുണ്യം കിട്ടാനല്ല, മരിച്ചതിന് ശേഷം പുണ്യം കിട്ടാനല്ല അത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റ് കോപിച്ചു, നിങ്ങളിങ്ങനെ സിമ്പിളായി സംസാരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കണം, ഡയലോഗ് പറയണം, അല്ലെങ്കിൽ ഇനിയും തുടരുമെന്ന്. അവസാനം ഞാൻ പറയുന്നു, എടാ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞു ഉറപ്പുണ്ടോ? എങ്കിൽ നീ ഇപ്പം കുറെ നേരമായി പറയുന്നത് 5 ലക്ഷത്തിന്റെ പടമല്ല ആർക്കും ചെയ്യാം, നിങ്ങൾ കണ്ടൊരു ഷോയാണിത്, 5 ലക്ഷത്തിന്റെ പടമല്ല ആർക്കും ചെയ്യാം, എന്നിട്ട് 100 കോടി ഉണ്ടാക്കാം, ഈസി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറായി ഇത് കേട്ടിട്ട് മടുക്കുന്നു. അപ്പൊ ഞാൻ ആ മടുത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കാണില്ല. ഇതിപ്പോ നിങ്ങൾ ആകെ കാണുന്ന 5 ലക്ഷത്തിന് പടം ആർക്കും ചെയ്യാം. എടാ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞുകൊണ്ട് നീ ചെയ്ത് കാണിക്കും. കാണുന്ന ഒരു സന്തോഷം എന്തൊരു ചൂടനാണ് കണ്ട, അവന്റെ അഹങ്കാരം കണ്ട. ഇത് 3 മണിക്കൂർ മനുഷ്യനെ വെറുപ്പിച്ചിട്ട് ഇത് പറഞ്ഞാലേ പരിപാടി നിർത്തും എന്നുള്ള ഗതികേടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോ ഇവര് പറയുന്ന കാര്യം, ഈ 3 മണിക്കൂറിനിടയിൽ ഞാൻ ഇവരെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എത്രമാത്രം കാണുന്നത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, സിനിമയിൽ 8 സോങ് ഉണ്ട്, ഞാനും എഴുതും. ഒരു പാട്ട് ഇംഗ്ലീഷാണ്, ഞാനും ഇംഗ്ലീഷ് എഴുതും. ഇനി അധികം മലയാളം എഴുതിയോ? ഇല്ല. എത്ര വരെ പഠിച്ചു? 9ാം ക്ലാസ്. അവിടെ എൻ്റെ സിനിമയിൽ നമ്മൾ ഗ്രാഫിക്സ് ആയാലും ആനിമേഷൻ ആയാലും ഒക്കെ ഞാനാണ് ചെയ്യുന്നത്, ഞാനും ചെയ്യും. കമ്പ്യൂട്ടർ ഓൺ ഓഫ് ആക്കാൻ അറിയോ? ഇല്ല. നോക്കണേ, ഞാൻ വിദ്യാഭ്യാസം പറഞ്ഞല്ല. നിങ്ങൾ ഒരാളോട് നിങ്ങൾ കൊമ്പ് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടത്, എന്തെങ്കിലും. മലയാള പാട്ട് പോലും എഴുതാൻ അറിയാത്തവനാണ് എന്നെ വെല്ലുവിളിക്കുന്നത്, ഞാനും എഴുതുമെന്ന്. 2 മണിക്കൂർ 40 മിനിറ്റിന്റെ 150 സീനുള്ള 100ഓളം താരങ്ങൾ, ഡയലോഗുള്ള താരങ്ങളുള്ള സിനിമ ചെയ്ത സന്തോഷ് പണ്ഡിറ്റിനോടാണ് ഞാൻ പ്രൂവ് ചെയ്ത വ്യക്തിയല്ലേ അറ്റ്ലീസ്റ്റ്. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ലോകത്ത് ആർക്കും പറ്റൂല, ഇങ്ങക്കേ പറ്റൂ. ഓ ഇങ്ങക്കേ പറ്റൂലേ, അത് അഹങ്കാരല്ലേ. ഞാൻ പറഞ്ഞു, എങ്കിൽ ചെയ്ത് കാണിക്കും. അങ്ങനെ മടുത്തിട്ടാണ് ഈ 3ാമത്തെ സെക്ഷനിൽ ഞാൻ പറഞ്ഞു, എടാ നീ ഒറ്റ തന്ത എനിക്ക്. വീണ്ടും തന്നെ 3ാം സെക്ഷനിലും ചോദ്യം ഇത് തന്നെ. ഇവർക്ക് കയ്യിൽ മാത്രമേ നമ്മളെ ആങ്കർ കൊടുക്കും. ശരിക്കും കുറെ നല്ല മ്യൂസിക്കാരുണ്ട്. നിങ്ങൾ നേരത്തെ ചോദിച്ചില്ല, എനിക്ക് മ്യൂസിക്കാരുടെ ഒരു ദേഷ്യമില്ല. പക്ഷെ ഇങ്ങനത്തെ ചില ആളുകൾ മനഃപൂർവ്വം അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ആങ്കറോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, നീ അത് പറയണം, അവരതിൽ മാത്രമേ മൈക്ക് ഉണ്ടാവുള്ളൂ. പലർക്കും സന്തോഷം ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, ഇതൊന്നുമില്ല. അപ്പൊ 1 മണിക്കൂർ തിരുവോണത്തിന്റെ പ്രോഗ്രാമാണ്. ഞാൻ ചോദിച്ചത് തെറ്റുണ്ട്. ഒരു തിരുവോണത്തിന്റെ പ്രോഗ്രാം അല്ലേ, അതിലെങ്കിലും ഒരു മിനിമം സംസ്കാരം കാണിച്ചൂടെ? ഞാൻ പറയുന്നു, സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മളെ അച്ഛൻ്റെ അമ്മേൻ്റെ ഇത് കിട്ടുന്നതാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് MBBS-ഓ BTech-ഓ വലിയ വലിയ പൊസിഷനിലൊക്കെ എത്താം. അത് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടാൽ മതി. പക്ഷെ സംസ്കാരം എന്ന് പറയുന്നത് അത് അച്ഛൻ്റെ അമ്മേൻ്റെ കിട്ടുന്നതാണ്. അല്ലേ, ശരിയല്ലേ? സംസ്കാരം, തറവാടിത്തം, ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ബ്ലഡ്, അല്ലേ? ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ഹാർട്ട്. അത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്, നമ്മുടെ ചോരയിൽ അലിഞ്ഞിരിക്കേണ്ടതാണ്. സംസ്കാരം ഇല്ലെങ്കിൽ ഒരു മിനിമം ഹൗ ടു ബിഹേവ്. നമ്മളൊരു അതിഥിയായിട്ട് ചെല്ലുന്ന ഒരു പ്രോഗ്രാം അല്ലേ, അതിഥിയെ ദൈവമായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യനായിട്ട് കണ്ടിട്ട്. ഒരു തിരുവോണത്തിന്റെ പ്രോഗ്രാമിന് നമ്മുടെ ആങ്കർ എല്ലാവരും തിരുവോണ 4 ദിവസം പട്ടോ ഷൂട്ട്, എന്നാലും പറയുമ്പോൾ അങ്ങനെയല്ല, എല്ലാവരും നല്ലൊരു തിരുവോണ സദ്യയൊക്കെ കഴിച്ചിരിക്കുകയായിരിക്കും. നമുക്ക് ഇന്നത്തെ അതിഥിയായിട്ട് സന്തോഷ് പണ്ഡിറ്റിനെ കിട്ടിയിട്ടുണ്ട്, 200 മ്യൂസിക്കാർ, എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടാ, ഞാൻ നമസ്കാരം എന്നാ തുടങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് താങ്കൾ എന്തുകൊണ്ട് ചെരുപ്പിട്ടു? അതാണ് ഓണത്തിന് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിച്ചില്ലേ മിമിക്രിക്കാരുടെ ദേഷ്യമുണ്ടോ? ഇവിടെ ഞാൻ എവിടെയാണ് മിമിക്രിക്കാർ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടോ? അല്ല, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഞാൻ എന്തെങ്കിലും അവരെന്ത് തറയായിട്ട് ചെയ്താൽ പോലും ഞാൻ കൈയടിക്കാണ്. അവനവൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തു, ഓക്കെ. ഈ പരിപാടി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ മിമിക്രിക്കാരില്ലാത്ത ആരെയും കിട്ടിയില്ല. അപ്പൊ എനിക്ക് അവർ തന്ന ഉത്തരാണ് ഭയങ്കര അഹങ്കാരികളെ സന്തോഷ് സാറേ. ഇവിടുത്തെ ആ ചാനലിന്റെ ഹെഡ് പോലും കുറച്ചൊരു വിനയം ഉണ്ടാവും. ഇവന്റെ ഒക്കെ വിചാരം എന്താ? ഞാൻ പിന്നെ ഇവനെയൊക്കെ എന്തിനു വിളിക്കുന്നു? എന്തിനു വിളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓനൊക്കെ ഏതെങ്കിലും ഒരു 2 വീലറിന്റെ പുറകിലൊക്കെ അവിടെ വന്നോളും, മനസ്സിലായില്ലേ? ഉച്ചഭക്ഷണം മാത്രം കൊടുത്താൽ മതി. ഇതിന് പകരം സാധാരണ മനുഷ്യന്മാരെ വിളിച്ചാൽ ഞാൻ 500 രൂപയും കൊടുക്കണം, പിന്നെ അവരെ കൊണ്ടുവരാൻ ഞങ്ങൾ വണ്ടി കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുവരെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വരുന്നില്ല, മടുത്തു, മിമിക്രിക്കാരാണല്ലോ നിങ്ങളെ, എനിക്ക് വേണ്ട, എനിക്ക് 50,000 വേണ്ട, 1 ലക്ഷം വേണ്ട. അങ്ങനെ ഇവർക്ക് സന്തോഷ് പണ്ഡിറ്റിനെ വേണമെന്ന് അവർ ചാർട്ട് ചെയ്തപ്പോൾ കുറച്ച്
കോളേജ് കുട്ടികൾ വന്നു. പലപ്പോഴും ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ഈ ചാനലൊക്കെ നശിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിലട്ടോ. ശാപകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് കുറച്ചും കൂടെ ലെവലിലെത്താം. ഈ ചെരുമുദ്ര ഒന്നും പോരാ. എങ്ങനെയാണ് ആ ശാപത്തിന് ഒരു പവർ വേണം ശപിക്കുന്നവന്. അപ്പൊ പലപ്പോഴും ആ ആങ്കറും അല്ലെങ്കിൽ ആ വെറുപ്പിക്കുന്ന മിമിക്രിക്കാരനൊന്നും ചത്ത് മണ്ണടിയുന്നവർ അവനൊരു ശാന്തി സമാധാനം കിട്ടല്ലേ എന്ന് ശപിച്ചുകൊണ്ട് ഇറങ്ങാറുള്ളത്. കാരണം അത്രയ്ക്ക് വെറുപ്പിച്ചിട്ടാണല്ലോ. ഒരു സൈഡിൽ നോക്കുമ്പോൾ അങ്ങനെ വരും. അങ്ങനെ ആദ്യമായിട്ട് ഇപ്പൊ ഇപ്രാവശ്യം ഇയാൾ കൊണ്ടുവന്നേ എന്താട്ടെ ഇവരെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കില്ല, അത് അറിയാണല്ലോ എന്ന് കരുതി. പക്ഷെ നല്ലൊരു പരിപാടി കിട്ടും. കുട്ടികളൊക്കെ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രൊഡ്യൂസർക്ക് കൈ കൊടുക്കുക, ജീവിതത്തിൽ ആദ്യമായി നിങ്ങളെ ശപിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ശരി, സന്തോഷം സാറേ. ഇയാളെ മൊത്തം ഒരു സിദ്ധമൊന്നുമില്ല. അങ്ങനെ ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഈ കുട്ടികൾ ആ സമയത്ത് തന്നെ ഭക്ഷണത്തിന് വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾ എന്ത് ചോദിച്ചോ ഭക്ഷണം കഴിയുന്നവരെ ഞാൻ ചോദിച്ചു ഫോട്ടോ എടുക്കാനായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് സന്തോഷമായിട്ട് ഫോട്ടോ എടുക്കാനാണ്. അവന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിലൊരു കുട്ടി പറഞ്ഞു, സന്തോഷമായിട്ട് ദയവ് ചെയ്ത് ഇവിടുത്തെ പരിപാടികൾക്ക് വരരുത് കേട്ടോ. എന്ത് പറ്റി? നല്ല പരിപാടിയായിരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ സന്തോഷേട്ടനെ ഒന്ന് കാണാതെ വെച്ചിട്ട് ഇവർ ഇങ്ങനെ അനൗൺസ് ചെയ്തു സന്തോഷ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ടീച്ചറും കുട്ടികളും കൂടിയാണ് വന്നത്, പെൺകുട്ടിയുടെ വന്നത്. ഞങ്ങൾ പ്രതീക്ഷയോടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ക്ലാസ് തരാൻ തുടങ്ങി. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് പടെടുക്കുക, മറ്റോള് ചോദിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ മൈക്ക് തരാം, ഇതൊക്കെ ആർക്കും ചെയ്യാന്ന് പറയും. അപ്പോൾ കുട്ടി വെച്ചു, ചേട്ടനെ കൊണ്ട് പറ്റുമോ 5 ലക്ഷത്തിന് ഫോട്ടോ എടുക്കാൻ? മോളെ സന്തോഷ് പണ്ഡിറ്റ് കഴിവുള്ളവനാണ്, പിന്നെ നിങ്ങൾ എന്തിനെന്ത് പറയിപ്പിക്കുന്നു? അതിന് പറയാം, എനിക്ക് സന്തോഷ് പണ്ഡിറ്റ് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ വിളിക്കുന്നത്, അയാൾക്ക് ഈ പൈസയും കൊടുത്തിട്ട്. അയാൾ നല്ല കഴിവുള്ളവനാണ്. പക്ഷെ നമുക്ക് റേറ്റിംഗ് നോക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് ചീത്തയും തെറിയും, അതും അല്ലെങ്കിൽ കരയണം. അന്നും എന്നോട് അന്ന് പറഞ്ഞിരുന്നു, സന്തോഷ് പണ്ഡിറ്റ് കരഞ്ഞാൽ മതി. അയ്യോ മിമിക്രിക്കാരിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയും മരിച്ചിട്ട് കരയാത്തൊരു മനുഷ്യനോടാണോ ഈ മിമിക്രിക്കാരി ലോക്കല് ആണുങ്ങൾ പറയുന്നത് ഞാൻ കരയണോ വെച്ചു? കരയൊന്നുമില്ല. ഓൻ എന്തോ പറഞ്ഞോട്ടെ, ഞാനങ്ങ് മറുപടി പറഞ്ഞപ്പോൾ ചോദിച്ചു, എങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കണം. ഒന്നുകിൽ കരയണം, പൊട്ടിത്തെറിക്കണം, വിടും. അവർ ഞാൻ പറയുന്ന എക്സ്ട്രീമെന്റ് തിയറി അവിടെ യൂസ് ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ്. ഇവർക്ക് ഇങ്ങനെ, അതാണ് നിങ്ങൾ കാണുന്ന പല പ്രോഗ്രാമിലും, അതായത് പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് കോമ്പറ്റീഷനിലൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു, എന്നോട് പറഞ്ഞ അനുഭവം വെച്ചിട്ടാണെങ്കിൽ, ഈ വരുന്ന ആളുകൾ പറയണം എനിക്ക് വീടില്ല, ഇതൊന്ന് കിട്ടുന്ന 1 ലക്ഷം 10 ലക്ഷം ഇല്ലെങ്കിൽ ഞാൻ ചാവും എന്നൊക്കെ പറയുമ്പോഴാണ് സെന്റി വർക്കായി ആളുകൾ SMS അയക്കുമ്പോഴാണ് 3 റുപ്യ വെച്ചിട്ട് നിങ്ങളതിന് കട്ടാവും. ഇതിൽ ഇത്ര പൈസ ടിവിക്കാനും കിട്ടും. ഇതൊക്കെ വെറും ബിസിനസ്സാണ്. അത് 100% ചിലർ സത്യമായിരിക്കും കിട്ടും, 90% ഉടായിപ്പാവാനാണ് സാധ്യത. അങ്ങനെ കരയുന്നവരൊക്കെ, അതായത് എന്നോട് പറഞ്ഞതാണ്, ഒന്നുകിൽ കരയണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റവനെ തിരിച്ചു വിളിക്കണം. അപ്പൊ അതാണ് നിങ്ങൾ ഇവിടെ കണ്ടതല്ല, അങ്ങനെ ഞാൻ ചെയ്താണ്. അവരെന്നെ പറഞ്ഞിരുന്നു, കരയാണെങ്കിൽ ഞങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ ഒഴിവാക്കി തരാം. അപ്പൊ ഈ കുട്ടികൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഞങ്ങൾ പരിപാടി ചെയ്തില്ലാണ്ട് തിരിച്ചു പോകാൻ പോയി. അപ്പൊ അയാൾ പറഞ്ഞാണ്, എന്നാ പിന്നെ ഈ ശരി ചെയ്തോ. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, സാർ ഇങ്ങനെ പറയുമ്പോ അയാൾക്ക് വിഷമാവും. വിഷമിക്കണം, നിന്റെ അച്ഛനെ വിളിക്കും. അപ്പൊ കുട്ടി ചോദിക്കും, സാർ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നിന്റെ മുഖം കണ്ടില്ലേ, വലിയ ചാനലിൽ നിന്റെ മുഖം കണ്ടില്ലേ, എന്റെ മുഖം കണ്ടിട്ട് എന്താ അച്ഛൻ എന്നോട് ചോദിക്കില്ല, നീ എന്തിനാ വെറുതെ അയാളെ പോയിട്ട് ചൊറിയാന്ന്? അതായത് നിന്റെ അച്ഛനെയോ നിന്നെ തല്ലോ നിന്റെ നാട്ടുകാർ തല്ലിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് റേറ്റിംഗ് ആണ് പ്രധാനം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന പല പരിപാടിക്കും കണ്ടസ്റ്റന്റ് ആയി വരുന്ന പെണ്ണുങ്ങളോടോ ആണുങ്ങളോടോ ഇതൊക്കെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഒന്നുകിൽ കരയണം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബഹളം വെച്ച് സീൻ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് റേറ്റിംഗ് ആണ്, എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾക്ക് റേറ്റിംഗ് ആണ് വേണ്ടത്. അതുകൊണ്ട് പാവം അല്ലെങ്കിലും ദരിദ്രവാസി അല്ലെങ്കിലും ഒരു കടവും ഇല്ലെങ്കിലും അവരവിടെ ചെന്നിട്ട്, സാർ ഞാൻ ഭയങ്കര കടത്തിലാണ് സാർ, ഈ പരിപാടികൾ ജയിച്ചാൽ മാത്രമേ എൻ്റെ വീട് വിൽക്കുന്നിട്ട് അമ്മേ അച്ഛാ എന്ന് കരയുന്നു. ഇതെല്ലാം സെന്റി വർക്ക് ചെയ്യും, നിങ്ങളെ വിഡ്ഢിയാക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് നേരത്തെ പറഞ്ഞ എക്സ്ട്രീമെന്റ് തിയറിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. മലയാളി ഹൗസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതായത് നിങ്ങളുടെ ഒരു 12-13 വർഷത്തെ ഒരു 2011 ഒരു വലിയൊരു ഇവന്റ് ആയിരുന്നു, ബിഗ് ബോസ് പോലത്തെ ഒരു പരിപാടി. അതെ, അന്നത് ഒരു മലയാളികൾ തുടങ്ങുന്ന സമയമായിരുന്നു. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു പരിപാടി? എന്തായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ പറയുന്നത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു? അവരുടെ ഒരു ചോദ്യം സ്ക്രിപ്റ്റഡ് ഒന്നല്ല. ഞങ്ങളോട് നിങ്ങൾക്ക് 16 ആളവിടെ കൊണ്ടുപോകുന്നു, നിങ്ങൾക്ക് നിങ്ങളെ സാർ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഞാൻ വീണ്ടും സംസ്കാരം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളായാലും ഞാനായാലും അത് വേറൊരാളായാലും നമ്മളെല്ലാവരും നമ്മുടെ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. നമ്മുടെ അച്ഛനും അമ്മയും തന്ന സംസ്കാരമുണ്ട്. ഇപ്പൊ എന്നെ വെച്ചിട്ടുള്ള ഒരു ആങ്കർ എത്ര നമ്മളെ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിലും, എത്ര വിവരം കെട്ടവനാണെങ്കിലും ഞാൻ സർ മാഡം, അതേപോലെ എൻ്റെ സെറ്റിലാണെങ്കിലും ഞാൻ എല്ലാവരുടെയും എങ്ങനെ വിളിക്കേണ്ടി ചോദിക്കുന്നോട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോ. വർക്കിൻ്റെ ഉള്ളിൽ റെസ്പെക്ട് ചെയ്യുന്ന വാക്കേ ഉപയോഗിക്കാവും. കാരണം മറ്റുള്ളവരും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു സംവിധായകനോട് വേണ്ടോ സന്തോഷേ എന്നൊക്കെയല്ലേ വിളിക്കുന്നു. അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എടാ പോടാന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ സന്തോഷ് സാർ അല്ലെങ്കിൽ സന്തോഷ് ഏട്ടാ, അതും അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്ട് തോന്നിക്കുന്ന അതാണ് സംസ്കാരം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സംസ്കാരം എന്ന് വെച്ചാൽ നമ്മളെ കണ്ടിട്ടാണല്ലോ വേറെ ആൾ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു പരിപാടിയാണെങ്കിൽ നമസ്കാരം,
ഇപ്പൊ വേറെ ആൾ പറയാൻ എന്തിനാണ് നമസ്കാരം, എനിക്ക് നമസ്കാരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും തന്നൊരു ഇതാണ്. കാരണം ഏതൊരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് നമസ്കാരം പറയുന്നു. ഒരു ഫോണാണെങ്കിലും നമ്മളെപ്പോഴും നമസ്കാരം, സന്തോഷം വേണ്ടിയിട്ടാണേ സാർ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, സാർ തിരക്കിലാണോ എന്ന് എന്നോട് അമ്മ പറയും. എപ്പോഴും നമ്മളൊരാളോട് ഒരു കാര്യം പറയാൻ നമ്മളൊരു വാക്ക് ഉപയോഗിക്കണം, സാർ തിരക്കിലാണോ. കാരണം അയാൾ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ വളരെ സീരിയസ് ആയ ഒരു കാര്യം ഒരു വാക്ക് തലയിൽ കയറൂല, അങ്ങനെയുണ്ടല്ലോ. കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ ആ മനുഷ്യൻ ഏത് അവസ്ഥയിലാണ്. അപ്പൊ എപ്പോഴും ഇത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എപ്പോഴും അങ്ങനെ ഒരാൾ നേരിട്ട് സംസാരിക്കും, നമ്മൾ സീരിയസ് ആയിട്ടൊരു വിഷയം പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരാളെ കാണുകയാണെങ്കിലും ഒരു നിറഞ്ഞ ചിരിയും നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു പറയുന്നത്. അപ്പൊ സംസ്കാരത്തിൽ എനിക്ക് താല്പര്യമില്ല, എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ പരിപാടികളിൽ നിങ്ങളെ സംസ്കാരം പുറത്തു കാണും. വളരെ ശ്രദ്ധിച്ച് ഇങ്ങനത്തെ പരിപാടിക്ക് നമ്മുടെ സംസ്കാരം ഇല്ലാത്തവർ, കുറഞ്ഞവർ ദയവ് ഇത് ഈ പരിപാടിക്ക് പോകേണ്ട. വെറുതെ നാട്ടുകാർ കല്ലെടുത്ത് എറിയും. അല്ലെങ്കിൽ പിന്നീട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ അറിയാം ആ പെണ്ണിന്റെ സംസ്കാരം കണ്ടോന്ന് നിൽക്കും. അതുകൊണ്ട് ഇത് കുറവാണെങ്കിൽ അവനവൻ തന്നെ അറിയാലോ നമ്മളെ അവസ്ഥ എന്താണെന്നുണ്ട്. കാരണം അഭിനയിക്കാൻ പറ്റില്ല 1 മണിക്കൂർ. ഇപ്പൊ ഈ പരിപാടിൻ്റെ ഇടയിൽ ഇപ്പൊ എനിക്ക് എത്ര വിവരം കിട്ടാനാണെങ്കിൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ 1 മണിക്കൂർ നിങ്ങളെ മുന്നിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ അഭിനയിക്കാം. വിവരം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ കൊടുത്തൊക്കെ ഒപ്പിക്കാം. ഇതേപോലെയാണോ സാർ ഞാനൊരു 100 ദിവസത്തെ പരിപാടിക്ക് പോകുമ്പോൾ ഒരു ദിവസം അഭിനയിച്ചു, 2ാം ദിവസം, കാരണം ഒരു ദിവസം നിങ്ങൾ അഭിനയിക്കും. കാരണം എല്ലായിടത്തും നിങ്ങൾ ഉറങ്ങുമ്പോഴൊക്കെ ക്യാമറ കുറച്ചൊക്കെ നല്ല സ്റ്റൈലിൽ ഉറങ്ങിയില്ലെങ്കിൽ ഭഗവാനെ പണിയാണ്. നിങ്ങൾ വീട്ടില് വെടി കൊണ്ട പോലെയൊക്കെ കിടക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ നല്ലൊരു നിങ്ങൾ എത്ര ദിവസം അങ്ങനെ നമുക്ക് ഉറക്കം കിട്ടൂല, ശീലങ്ങൾ അങ്ങ് മാറും. അല്ല മാറുമെങ്കിൽ ഉറക്കം കിട്ടില്ല ഒബ്വിയസ്ലി, കാരണം നിങ്ങൾക്കൊരു സ്റ്റൈൽ ഉണ്ടല്ലോ. ഇങ്ങനെ വരുമ്പോൾ 2ാം ദിവസം നിങ്ങൾ മാക്സിമം കടിച്ചു പിടിച്ച് നല്ല മനുഷ്യനാന്ന് കാണിക്കാൻ ഒരു കളിയൊക്കെ കളിക്കും. 3ാം ദിവസം ആ ക്യാമറ കോവാമറ, കാരണം നിങ്ങൾക്ക് അങ്ങനെ പറ്റൂ. നിങ്ങൾ വാ തുറന്നാൽ തെറി പറയുന്നവനാണെങ്കിൽ ജനങ്ങൾ കാണുമ്പോൾ ഒക്കെ നിങ്ങൾ, കാരണം വേറെ ഒരുത്തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ്, നിങ്ങൾ ഭയങ്കര സ്റ്റാറാണ്, നിങ്ങളെ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ ആളെന്ന് കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ജനറലി വാ തുറന്നാൽ തെറി മാത്രം പറയുന്ന മനുഷ്യനാണ് നിങ്ങളെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കുറെ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓരോ കമന്റൊക്കെ വരും. ഇത് 4ാമത്തെ 5ാമത്തെ ദിവസമൊക്കെ നിങ്ങളെ കിടക്കുന്ന സ്റ്റൈലും അതും ഇതൊക്കെ കാണാൻ വളരെ അയ്യേ ഈ വൃത്തിയായിട്ടാണല്ലോ ഭഗവാനെ, ഈ വൃത്തിയായിട്ടോളെയാണല്ലോ ഞാനൊക്കെ ഇത്രയും കാലം സ്നേഹിച്ചെന്നുണ്ട് ഉള്ള ഇമേജ് പോവും, പൈസ ഇട്ടിട്ടോ. പക്ഷെ അതുകൊണ്ട് സംസ്കാരം കുറഞ്ഞവർ ഈ പണിക്ക് പോകരുത്. സംസ്കാരം ഉള്ളവർക്ക് ഇത് അടിപൊളിയാണ്, അത് ഭയങ്കരമായിട്ട് അങ്ങ് ബൂസ്റ്റ് ആവും. കാരണം ആൾക്കാർ എന്താ അവൻ്റെ ക്യാരക്ടർ അല്ലേ ഓരോ സിറ്റുവേഷൻ അങ്ങേര ഇത്ര പക്വതയോടെ അല്ലേ സംസാരിച്ചു പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പക്വത കാണിക്കണം എന്നല്ല പറയുന്നത്, എന്നാലും ഒരു 100 ദിവസം നമ്മൾ അറിയാണ്ട് നമ്മൾ പുറത്ത് ചാടും. ഹൗ ടു ബിഹേവ് ആണ് അത് ശരിക്കും. നന്നായി എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ പലർക്കും ഈ പരിപാടി പോയിട്ട് അവരുടെ ലൈഫിൽ പോയ ചരിത്രമുണ്ട്. പക്ഷെ അത്യാവശ്യം ഇതുള്ളവർക്കൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ വേണം. സാംസ്കാരിക അത് ബാല്യത്തിൽ നിന്നും അച്ഛനമ്മമാര് പറഞ്ഞു തരുന്നതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഇനി വിദ്യാഭ്യാസ ലേശം കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഇല്ല അവിടെ, അതൊന്നും ഒരു വിഷയമല്ല. ഹൗ ടു ബിഹേവ് ഒരാളോട്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നേരത്തെ മിമിക്രിക്കാരെ അത് പറയാൻ കാരണം അതാണ്. കാരണം എനിക്ക് അന്ന് ഏറ്റവും ഫീൽ ചെയ്തത് ഒരു ഓണത്തിന്റെ പരിപാടിയായിട്ട് പോലും മിനിമം സംസ്കാരം കാണിക്കുന്നില്ല എന്നുള്ളത്. കാരണം അത്രയെങ്കിലും ഇല്ലല്ലോ, ഓണത്തിന്റെ പരിപാടിയല്ലേ, ഇനിയിപ്പോൾ സന്തോഷം വേണ്ടിയിട്ടോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അവിടെ തീർക്കേണ്ട ഏരിയല്ല. ഈ കളി തന്നെയാണ് നിങ്ങൾ അവിടെയും പോയിട്ട് കളിക്കുന്നെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും. മനസ്സിലായി. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തെങ്കിലും കേരള ലൈവ് സിനിമയുടെ ഒരു റിലീസ് അടുത്ത പടമാണല്ലോ, എന്താണ് പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്? നമ്മളിപ്പോൾ 100ലധികം താരങ്ങളെ വെച്ച് വളരെ പുതുമയോടെ ചെയ്യുന്നൊരു സിനിമയാണ് കേരള ലൈവ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. അപ്പോൾ വളരെയധികം സന്തോഷം, വളരെ സന്തോഷം കേട്ടോ നിങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു.